ഇന്നലെ മൂന്നാർ കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ ഒരു കാട്ടാന എത്തിയിരുന്നു. സാധാരണ പടയപ്പയോടൊപ്പം കാണാറുള്ള ഒറ്റക്കൊമ്പനാണ് ഇന്നലെ മൂന്നാർ കല്ലാറിലെ മാലിന്യ പ്ലാന്റിലെത്തിയത്. അവിടെ കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾക്കിടയിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ ആന തിരയുന്നതിനിടയിൽ ആന എത്തിയെന്ന് വിവരമറിയിച്ചതിനെ തുടർന്ന് RRT സംഘം എത്തുകയും ആനയെ പടക്കം പൊട്ടിച്ച് വിരട്ടി കാട്ടിലേക്ക് ഓടിക്കുകയും ചെയ്തു. സാധാരണ മൂന്നാർ മേഖലയിൽ സ്ഥിരം കാണപ്പെടുന്ന പടയപ്പ എന്ന കാട്ടാനയാണ് ജനവാസ മേഖലയിലും കല്ലാറിലെ മാലിന്യ പ്ലാന്റിലും എത്താറുള്ളത്. പടയപ്പ നേരത്തെയും കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ നിന്നും പ്ലാസ്റ്റിക് അടങ്ങുന്ന മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നലത്തെ സംഭവം വളരെ കുറച്ചു മാധ്യമങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിനു കാരണം മൂന്നാർ മേഖലയിലെ കല്ലാറിൽ കാട്ടാനകൾ മാലിന്യ പ്ലാന്റിലെത്തുന്നതും ഭക്ഷണാവശിഷ്ടങ്ങളോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് തിന്നുന്നതും പുതിയൊരു കാര്യമല്ല. ഈ വാർത്ത പലവട്ടം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കാട്ടാന ഈ മേഖലയിലേക്ക് കടന്നുവരുന്നത് തടയുവാൻ ഉചിതമായ യാതൊരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇതൊരു നാട്ടാന ആയിരുന്നുവെങ്കിൽ ആനയെ പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഉടമയ്ക്കെതിരെ വാദിക്കുവാൻ ഓരോ സിറ്റിംഗിനും ലക്ഷങ്ങൾ മേടിക്കുന്ന വക്കീലന്മാർ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ക്യൂ നിന്നേനെ. ഇതൊരു കാട്ടാന ആയതിനാൽ ഈ ആനകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയാൽ യാതൊന്നും തന്നെ കിട്ടില്ല എന്നറിയാവുന്ന കപട മൃഗസ്നേഹികൾ ഇപ്പോഴും മൗനവ്രതത്തിലാണ്. ഒരു ഭാഗത്ത് തൃശൂർ പൂരമടക്കമുള്ള പൂരങ്ങളിൽ ആനയെ മണിക്കൂറുകളോളം നിർത്തി പീഡിപ്പിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും കോടതിയിലും മൃഗസ്നേഹികളെന്ന് സ്വയം വിളിക്കുന്നവർ കരഞ്ഞു നിലവിളിക്കുമ്പോൾ, അതേ കേരളത്തിൽ നിരവധി കാട്ടാനകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷിച്ച് ദഹന സംബന്ധമായ അസുഖങ്ങൾ മൂലം ഉൾക്കാട്ടിനുള്ളിൽ ചരിയുന്നതും ആരും അറിയുന്നില്ല. അരിക്കൊമ്പന്റെ സ്വന്തം നാട്ടിൽ ഇനി അവശേഷിക്കുന്നത് ഏതാനും ചില ആനകൾ മാത്രമാണ്. ബാക്കിയുള്ള ആനകളിൽ പലതും ദുരൂഹ സാഹചര്യത്തിൽ ചത്തുപോയിട്ടുണ്ട്. ഈ ആനകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ ഒരു മൃഗസ്നേഹിയും തയ്യാറാകില്ല.